വയനാട്ടിലെ പോളിംഗ് ശതമാനം കുറഞ്ഞു. അതാണൊരു വാർത്ത. എനിക്ക് ആ വാർത്തയോടൊപ്പം മറ്റൊരു സംഗതി കൂടിയുണ്ട്. അവസാന ദിവസം, ഇലക്ഷൻ ദിവസവും ബൂത്തുകൾ കയറിയിറങ്ങി നടന്ന പ്രിയങ്ക ഗാന്ധി എന്ന UDFൻ്റെ സ്ഥാനാർത്ഥിയും ആദ്യത്തേതും രണ്ടാമത്തേതും, ആദ്യത്തേതിൽ അത്ഭുതമില്ല, ഉത്തരമുണ്ടെങ്കിലും രണ്ടാമത്തേതിൽ എനിക്ക് അത്ഭുതവുമുണ്ട്. അത് പറയേണ്ടതാണ്. പ്രിയങ്ക ഗാന്ധി നമുക്കറിയാം, വയനാട്ടിൽ ഒരു തോൽവിയുടെ വെല്ലുവിളിയോ മറ്റേതെങ്കിലും തരത്തിലുള്ള സംഗതിയോ ഒന്നും ഉണ്ടാകുന്നില്ല. സാധാരണ VVIP ആളുകൾ അല്ലെങ്കിൽ മണ്ഡലങ്ങൾ എന്നുള്ള നിലയിൽ വല്ലപ്പോഴുമൊക്കെ വന്ന് പ്രചരണം നടത്തി 2-3 ദിവസമൊക്കെ തങ്ങി പിന്നീട് ജാർഖണ്ഡിൽ തിരഞ്ഞെടുപ്പുണ്ട്, മഹാരാഷ്ട്രയിൽ തിരഞ്ഞെടുപ്പുണ്ട് എന്നൊക്കെ പറഞ്ഞ് പോകാവുന്നതാണ്. അവിടെയൊക്കെയും രാഹുലിനോളം തന്നെ ഈ പറയുന്ന പ്രചാരവേദികളിൽ വലിയ സ്വീകാര്യതയുള്ള ആളുമാണ് പ്രിയങ്ക ഗാന്ധി. എന്നാൽ വയനാട് പോലെ ഉറച്ച ഒരു മണ്ഡലമായിരുന്നിട്ട് പോലും ഏതാണ്ട് പകുതിയോളം സമയം ഇവിടെ ചെലവഴിക്കാനും അതോടൊപ്പം തന്നെ ഈ ഇലക്ഷൻ ദിവസം മുഴുവൻ ബൂത്തുകളും കയറിയിറങ്ങാൻ കഴിയുന്നിടത്തോളം ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു സാധാരണ സ്ഥാനാർത്ഥിയുടെ അതേ നിലപാടിലായിരുന്നു പ്രിയങ്ക. അവർക്ക് വേണമെങ്കിൽ 2 ദിവസം മുമ്പ് മടങ്ങാം, ആരും കുറ്റമൊന്നും പറയില്ല. കാരണം ഇത്രയും ദിവസം ചെലവഴിച്ചു. അവിടെ UDFൻ്റെ ഉറച്ച സ്ഥലമാണ്. MLA മാരിൽ ഭൂരിപക്ഷവും UDFകാരാണ്. ഇലക്ഷന് മേൽനോട്ടം വഹിക്കാൻ വളരെ ആത്മാർത്ഥമായി AP അനിൽകുമാറിൻ്റെ നേതൃത്വത്തിൽ ഒരു വലിയ സംഘം അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഇതൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല. എങ്കിൽ പോലും അവരവസാന മണിക്കൂർ വരെ അവിടെ ചെലവഴിച്ചു എന്ന് മാത്രമല്ല, ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അവർ ആ മണ്ഡലത്തിൻ്റെ ഡെവലപ്മെൻറ്റിൻ്റെ കാര്യത്തിൽ രാഹുൽ ഗാന്ധിയേക്കാൾ താല്പര്യപൂർവ്വമുള്ള ആക്ഷൻ പ്ലാനും അത്തരം കാര്യങ്ങളും ഒരു ഫ്യൂച്ചർ പ്ലാനും ഒക്കെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെന്നാണ് പല വിശ്വസനീയമായ സോഴ്സുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. കാരണം ആദ്യമായിട്ടാണ് അവരൊരു പാർലമെൻറ്റ് അംഗമായി മത്സരിക്കുന്നത്. അതിന് തട്ടകമാകുന്ന മണ്ഡലമാണ്. തൻ്റെ സഹോദരന് ഉത്തരേന്ത്യയിൽ പോലും വെല്ലുവിളി നേരിട്ടപ്പോൾ ഏറ്റവും സ്നേഹമസൃണമായ ചേർത്തുവെക്കലിലൂടെ ഒപ്പം നിന്ന മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ വയനാടിനെ എല്ലാ അർത്ഥത്തിലും അവിടുത്തെ ജനങ്ങളെ സഹായിക്കാനുള്ള പ്രതിജ്ഞാബദ്ധത അവർക്കുണ്ട് എന്നുള്ളതുകൂടി തെളിയിക്കുന്നതാണ് അത്. രണ്ടാമത്തത് വോട്ടിംഗ് ശതമാനം കുറഞ്ഞതിനെക്കുറിച്ചാണ്. വോട്ടിംഗ് ശതമാനത്തെക്കുറിച്ചുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, എപ്പോഴും പ്രചരണങ്ങളൊക്കെ എത്ര കത്തിയാലും വോട്ടിംഗ് ശതമാനം വർദ്ധിക്കുന്നത് ഈ റീസൺ ടു വോട്ട് അഥവാ വോട്ട് ചെയ്യാനുള്ള കാരണത്തിൻ്റെ പ്രാധാന്യം വർദ്ധിക്കുന്നതനുസരിച്ചാണ്. അവിടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെയും മുസ്ലിം കമ്മ്യൂണിറ്റി വളരെ വൈകാരികമായി ഉത്കണ്ഠാകുലമായ സാഹചര്യത്തിലായിരുന്നു. ഭരണം കിട്ടുമോ, പ്രതിപക്ഷ സ്ഥാനമെങ്കിലും കിട്ടുമോ എന്നൊക്കെ പറയുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ അവർ കൂട്ടത്തോടെ വോട്ട് ചെയ്തുവെങ്കിൽ ഇതിനെ സംബന്ധിച്ചിടത്തോളം ഇത് പ്രത്യേകിച്ച് ദേശീയ തലത്തിലോ അല്ലാതെയോ വലിയ മാറ്റമൊന്നും ഉണ്ടാക്കുന്നില്ലെന്ന് മാത്രമല്ല, സാധാരണ മുസ്ലിം കമ്മ്യൂണിറ്റിക്കും അല്ലെങ്കിൽ ഓരോ പാർട്ടികൾക്കും വളരെ ആവേശമുണ്ടാകണമെങ്കിൽ എതിർ സ്ഥാനാർത്ഥികൾ അതുപോലെ കരുത്ത് ഉള്ളവരോ പോന്നവരോ ഒക്കെ ആയിരിക്കണമായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ഇലക്ഷനിൽ നമ്മുടെ സുരേന്ദ്രനായിരുന്നു. അണ്ണൻ ഗണപതി വട്ടമൊക്കെ കത്തിച്ച് ഇങ്ങനെ നിർത്തിയിരുന്നതുകൊണ്ട് ആളുകൾക്ക് പൊതുവിൽ താല്പര്യമുണ്ടായിരുന്നു. ഇപ്പോൾ എന്നാലൊരു കോഴിക്കോട് കൗൺസിലറാണ്. ഈ ഇലക്ഷൻ പ്രഖ്യാപിച്ച സമയത്ത് തന്നെ അനിൽകുമാർ സാർ എന്നോട് പറഞ്ഞിരുന്നു, ഈ കോഴിക്കോട് കൗൺസിലർ വന്നപ്പോൾ ഇത് വോട്ടിംഗ് ശതമാനം കുറയ്ക്കാനും ജനങ്ങളുടെ ആവേശം കുറയ്ക്കാനും ചിലപ്പോൾ കാരണമാകാം എന്ന് പറഞ്ഞിരുന്നു. കാരണം സ്വന്തം സ്ഥാനാർത്ഥിയോട് ഇഷ്ടവും സ്നേഹവും താല്പര്യവും ഒക്കെ ഉണ്ടെങ്കിലും എതിർ സ്ഥാനാർത്ഥി ആളുകൾ വരുമ്പോഴാണ് ആവേശമൊക്കെ വോട്ടിങ്ങിൽ അവസാനം വരെ നിലനിൽക്കുന്നത്. ഇത് പലർക്കും ഇല്ല, കമ്മ്യൂണിസ്റ്റ് വോട്ടുകൾക്കും കാണില്ല. ഇപ്പം മെനക്കെട്ട് പോയി സത്യം മൊകേരിക്ക് വോട്ട് ചെയ്തതുകൊണ്ട് ഒന്നും സംഭവിക്കില്ലെന്ന് അവർക്കറിയാം. പിന്നെ ചിഹ്നത്തിൽ വോട്ട് ചെയ്തിരുന്നവർക്ക് അങ്ങനെ മാറി പെട്ടെന്ന് പ്രിയങ്ക ഗാന്ധിക്ക് വോട്ട് ചെയ്യാനുള്ള പ്രയാസം ഉണ്ടാവും. ഇത്തരം ഘടകങ്ങളൊക്കെയും അവിടെ പ്രവർത്തിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. പിന്നെ ചിലയിടങ്ങളിൽ ക്രിസ്ത്യൻ മേഖലയിലും അവർ വോട്ട് ചെയ്യാൻ വരാതിരുന്നു എന്ന് പറയുന്ന ചില പ്രാഥമിക സൂചനകളും ചില സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഉണ്ട്. ഏതായാലും അത് പ്രത്യേകിച്ച് തോൽവിക്കൊന്നും കാരണമാകില്ലെന്ന് നമുക്കറിയാം. പക്ഷേ ഈ ഭൂരിപക്ഷം എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു 3.25-4 വരെയൊക്കെ എത്താനുള്ള സാധ്യതയുള്ളൂ എന്നുള്ളതാണ് ഈ വോട്ടിംഗ് ശതമാനം കുറഞ്ഞതിൽ നിന്ന് സൂചിപ്പിക്കുന്നത്.